എല്ലാവർക്കും നമസ്കാരം. എക്സാമിന് പഠിക്കാൻ അത്യാവശ്യം സമയമൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇറിഗേഷൻ ആണ്. ചുരുങ്ങിയത് ഒരു 6 മാസം സമയമൊക്കെ എല്ലാവർക്കും കിട്ടും. ഇത് പര്യാപ്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണല്ലേ. ഇതിനകം തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പഠിച്ചു തയ്യാറായിട്ടുള്ള ആളുകളുണ്ടാവും. റിവിഷൻ മാത്രം മതി. എന്നാൽ ചിലരാകട്ടെ പഠിച്ചത് കുറേ മറന്നുപോയി, ഒന്നുകൂടെയൊക്കെ നല്ല രീതിയിൽ പഠിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ, ആദ്യമായി പഠിക്കുന്ന ആളുകൾ, അങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തരാണ്. എങ്കിലും ഒരു 6 മാസമെങ്കിലും മിനിമം കിട്ടും എന്നുള്ളത് എല്ലാവർക്കും ഒരു ആശ്വാസവുമാണ്. ഇതൊക്കെയാണെങ്കിലും ഒത്തിരി ഉദ്യോഗാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ പലർക്കും ആശങ്ക തന്നെയാണ്. കാരണം എക്സാമൊക്കെ ടഫായി വരുന്നുണ്ട്. പ്രത്യേകിച്ചും എക്സാമുകളൊക്കെ കൺസെപ്റ്റ് ബേസിലാണ് വരുന്നത്. ഇൻ ഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്പിയർ ചെയ്യാൻ തന്നെ കഴിയുന്നുള്ളൂ. ക്വസ്റ്റ്യൻ തന്നെ വായിച്ചെടുക്കാൻ വളരെ പ്രയാസകരമാണ്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും വരിക. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനും നല്ല സാധ്യതകളാണ്. പ്രത്യേകിച്ച് നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കാൻ പാടുകയില്ല എന്നുള്ളത് കൊണ്ടുള്ള ബുദ്ധിമുട്ട്. ടൈമിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. നിശ്ചിത സമയത്തിനകം തീർക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ലെവൽ എക്സാമിന് ബാധകമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അതേസമയം ഓവർസിയർ ലെവലുള്ള എക്സാമുകൾക്കൊന്നും ഇതൊന്നും വലിയ ഒരു പ്രശ്നമായിട്ടൊന്നും അനുഭവപ്പെടാറില്ല. പക്ഷേ സമർത്ഥരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ തന്നെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പോസ്റ്റിലേക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ ആ ഒരു നിലവാരത്തിൽ തന്നെയായിരിക്കും ചോദ്യപേപ്പറുകൾ വരിക. നമുക്കറിയാം, റാങ്ക് ലിസ്റ്റുകൾ ചെറുതായി വരികയാണ്. സ്വാഭാവികമായും കട്ട് ഓഫ് മാർക്ക് ഉയർന്നു വരും. അതുകൊണ്ട് തന്നെ അല്പം കഠിനമാണ്. അല്പം എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, വളരെയധികം കഠിനമാണ്. പക്ഷെ ഇത് സാധ്യമാണോ? തീർച്ചയായിട്ടും സാധ്യമാണ്. കാരണം ഈ എക്സാമുകൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഭയങ്കര വെപ്രാളത്തിലാണ്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ അവിടെ ഇവിടെ ഓടി നടക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഏറ്റവും മികച്ച രീതിയിൽ സ്മാർട്ടായിട്ട് സിലബസിനെ ഫോക്കസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിച്ചെടുക്കുന്നവർക്ക് നല്ല സാധ്യതയുണ്ട്. ഞാൻ എപ്പോഴും ഉദ്യോഗാർത്ഥികളെ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. ചിലർ ചെയ്യുന്നത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 6 മാസം സമയമുണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും കോച്ചിങ് സെന്ററുകളിൽ പോവും, ഡയറക്റ്റ് ക്ലാസ്സിന് പോയി ചേരും. ഒരു 6 മാസത്തെ കോഴ്സോ മറ്റോ എടുക്കും, ഉയർന്ന ഫീസും നൽകും. രാവിലെ 9 മണിക്ക് ചെല്ലും, വൈകിട്ട് 4 വരെ 5 വരെ ക്ലാസ്. സാധാരണക്കാർക്ക് എളുപ്പമല്ല അത്തരം ക്ലാസ്സുകൾ. അത്രയധികം സമയം നമ്മൾ വിൻസെന്റർ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ വളരെ കഠിനമാണ്. പക്ഷെ ഒരുപാട് കുട്ടികൾക്ക് അതാണ്, അങ്ങനെ പഠിച്ചാലേ ജോലി കിട്ടൂ എന്ന ചിന്തയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഫലത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഡെയിലി പോകുന്നു, ക്ലാസ് കാണുന്നു, കേൾക്കുന്നു, നോട്ട് എഴുതിയെടുക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അതിലുള്ള പോയിന്റുകളെ പിന്തുടരാനോ അത് ഹൃദിസ്ഥമാക്കാനോ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനോ അതിനൊന്നും തന്നെ സമയം കിട്ടാത്ത ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. ഇത്തരം തെറ്റുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇനി 6 മാസം സമയം എന്ന് പറയുന്നത് ലെവലിൽ പോരാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് നല്ലത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, 2 വിഭാഗമായിട്ട് വേണമെങ്കിൽ കുട്ടികളെ തരംതിരിക്കാം. ഒന്ന്, ഇതുപോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരെ, നോട്ട് എഴുതിയെടുത്ത് പോകുന്നവരെ. അത് ഡയറക്റ്റ് ആയിക്കോട്ടെ, ഓൺലൈനിലെ ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിലും അങ്ങനെ തന്നെ സ്വയം പഠിക്കുന്നവരും. രണ്ടാമതൊരു രീതിയുണ്ട്, അത് കുറച്ചുകൂടെ പ്രായോഗികമാണ്, സ്മാർട്ടാണ്. അതാണ് യഥാർത്ഥത്തിൽ ആവശ്യമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ മുന്നിൽ കൃത്യമായ ഒരു സിലബസ് ഉണ്ട്, നിലവിലുള്ള സിലബസ് ഉണ്ട്. ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ എക്സാമിന് 2 മാസം മുമ്പ് നമുക്ക് വന്നേക്കാം. അത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. സിലബസിന് കൃത്യമായി ഫോളോ ചെയ്യുക, അതിനകത്ത് അതിസൂക്ഷ്മമായി ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് വെറുതെ ഇനി ക്ലാസ്സുകൾ കാണുകയല്ല, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മളിൽ ഒരുവിധം ആളുകളൊക്കെ നിരവധി തവണ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകളും ബിടെക്കിന് ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇനി അതിലല്ല കഥ. അതിനകത്തുള്ള കണ്ടന്റ്, അതിനകത്തുള്ള പോയിന്റുകൾ, ഇതാണല്ലോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക.
അത് കൃത്യമായി മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ഹൃദിസ്ഥമാക്കുക, പഠിച്ചു വയ്ക്കുക. പ്രത്യേകിച്ചും ചില പോയിന്റുകൾ കാണാതെ പഠിക്കൽ മാത്രമല്ല കേട്ടോ, അത് നടക്കില്ല. എക്ക് അതിലുള്ള ഓരോ ലോജിക്കും മാക്സിമം ഭംഗിയായി മനസ്സിലാക്കി പഠിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്കാണ് പോകേണ്ടത്. അവിടെ സമർത്ഥരായ ഉദ്യോഗാർത്ഥികൾക്ക്, സ്മാർട്ടായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ക്ലാസ് കാണുക എന്നതിനേക്കാൾ ഉപരി ഈ ഒരു നീക്കമായിരിക്കും നല്ലത്. പലരും തെറ്റുകൾ ആവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒത്തിരി പേര് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിൻസെന്റർ നമ്മുടെ പുതിയ ആപ്ലിക്കേഷനിലെ സിവിലിസി ആപ്ലിക്കേഷനിലെ നിരവധി ഓപ്ഷനുകൾ നൽകുന്നുണ്ട് എങ്കിലും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ പറയുന്നത് AE ബിടെക് ലെവൽ ഒരു കോഴ്സുണ്ട്, റിവൈസ്ഡ് 2025. ആ കോഴ്സ് ഫോളോ ചെയ്യാനാണ് ഞങ്ങൾ പറയുന്നത്. മറ്റ് ഒരുപാട് ഫീച്ചേഴ്സ് ഓൾറെഡി ഉണ്ട്, പക്ഷെ ഞങ്ങൾ എപ്പോഴും ഇതാണ് ഫോളോ ചെയ്യാനായിട്ട് പറയുക. അതിന് കാരണമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ രീതി സ്മാർട്ടായിട്ട് പോയിന്റുകൾ പഠിച്ചെടുക്കുക എന്ന്, മനസ്സിലാക്കി പഠിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ എങ്ങനെയാണ് അത് സാധ്യമാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ ആപ്ലിക്കേഷനാണ് സിവിലിസി. ആൻഡ്രോയിഡ്, iOS വേർഷനുകൾ, വെബ്സൈറ്റ് വേർഷൻ ഒക്കെ ഉണ്ട്. അത് ആർക്കും സൈനപ്പ് ചെയ്യാവുന്നതാണ്. സൈനപ്പ് ചെയ്താൽ തന്നെ നമ്മുടെ ഈ കോഴ്സിന്റെ ഡെമോ ഇമ്മീഡിയറ്റ്ലി ആക്ടിവേറ്റ് ആവും 2 ദിവസത്തേക്ക്. 2 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം, എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ടൊരു അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരും മുൻപ് പഠിച്ചവരും ആദ്യമായിട്ട് പഠിക്കുന്നവരും ഇപ്പോൾ കൂടുതൽ ഇത് ഫോളോ ചെയ്യുകയാണ്. കാരണം ഇത് ഫലപ്രദമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകൾ നിരവധിയായി, അവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ജസ്റ്റ് എങ്ങനെയാണ് സിവിലിസിയിലൂടെ ഈ വരുന്ന ഇറിഗേഷൻ എയ്ക്ക് വേണ്ടി വളരെ കോൺഫിഡൻസോടുകൂടെ സ്മാർട്ടായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പഠിച്ചെടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നേരെ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് എൻ്റെ അക്കൗണ്ടാണ്, ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഇതിലെ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടിയിട്ട്. ഇതിനകത്ത് എയർപോർട്ട് എഞ്ചിനീയറിംഗിന്റെ ഒരു ഭാഗമാണ്, ചെറിയ ചെറിയ ചാപ്റ്ററുകളായിട്ടാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് AE ലെവലിൽ പഠിക്കാനുള്ളൊരു ഭാഗമാണ് എയർപോർട്ട് എഞ്ചിനീയറിംഗ്. അപ്പോൾ അവിടെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ്, കണ്ടോ വീഡിയോ. ആ വീഡിയോ ആകെ 21 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണണമെന്ന് ഞാൻ പറയില്ല, കാരണം ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള ആളുകൾ, ഈ കാര്യങ്ങളെക്കുറിച്ച് അത്യാവശ്യം ധാരണയുള്ള ആളുകൾ ഇത് സ്കിപ്പ് ചെയ്യുക. ഇതൊരു റെഫറൻസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ, കാരണം സമയം നമ്മുടെ മുന്നിൽ പരിമിതമാണ്. ആവശ്യമുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഇനി അഥവാ കാണേണ്ടവർ തന്നെ സ്പീഡ് കൂട്ടിക്കുക, കാണുക. നേരെ അതിൻ്റെ ടെക്സ്റ്റ് ലെസണിലേക്കാണ് കടന്നു വരേണ്ടത്. ഇപ്പോൾ ടെക്സ്റ്റ് ലെസൺ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, വളരെ ലെജിബിൾ ആയിട്ടാണ് ടെക്സ്റ്റ് ലെസൺ ഇവിടെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇപ്പോൾ എയർപോർട്ട് എഞ്ചിനീയറിംഗ് ആണ്, ടേംസ്, ഡെഫിനിഷൻസ്, കമ്പോണൻസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ ഗൈഡ് നമുക്ക് ഇവിടെ കാണാം, റൺവേ കാര്യങ്ങളൊക്കെ. പലപ്പോഴും ഈ എയർപോർട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, നമുക്ക് അതിനുള്ളിലേക്ക് ആക്സസ് അധികം ഇല്ലല്ലോ, ചില ഭാഗങ്ങളിലേക്ക് മാത്രമേ ആക്സസ് ഉള്ളത് കൊണ്ട് അതെങ്ങനെയാണ്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, നമുക്ക് വളരെ കൗതുകകരമാണ്. പലപ്പോഴും നമുക്ക് അറിയാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇതിലൂടെ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഹാങ്ങർ കണ്ടോ, ഒരു ഗ്യാരേജ് പോലെയാണെന്ന് ഒറ്റയടിക്ക് നമുക്ക് ഐഡിയ കിട്ടും അല്ലെ. ഹാങ്ങർ എന്ന് പറഞ്ഞാൽ ഹാങ്ങർ ഈസ് ഫോർ റിപ്പയർ ആൻഡ് സർവീസിങ്. നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഇതൊരു കൗതുകം നിറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ വെച്ചതാണ് എന്ന് കരുതിയാൽ മതി. നമ്മൾ അതിൻ്റെ എസൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫണ്ടമെന്റൽ ഡെഫിനിഷൻസ് എന്താണ് എയറോഡ്രോം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചോദിക്കും. എയറോഡ്രോം ഈസ് ആൻ ഏരിയ ഓൺ ലാൻഡ് ഓർ വാട്ടർ. അത്രയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. അതിൽ എന്താണ് വേണ്ടത്? ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ബിൽഡിങ്സ്, ഇൻസ്റ്റാളേഷൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പർപ്പസ്? ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ദി അറൈവൽ, ഡിപ്പാർച്ചർ ആൻഡ് സർഫസ് മൂവ്മെന്റ് ഓഫ് എയർക്രാഫ്റ്റ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് അതിലെ എസൻസ് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്.
അപ്പോൾ ഈ നോട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ ആകെ ഒരു 10 മിനിറ്റ് പോലും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതിവേഗം സ്മാർട്ടായിട്ട് പഠിക്കാൻ നമുക്ക് കഴിയണ്ടേ? നോക്കൂ, ഇതിനകത്ത് അടുത്തത് എയർപോർട്ട് എന്താണ്? അപ്പം നേരത്തെ പഠിച്ചത് എയറോഡ്രോമാണ്. അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് എയർപോർട്ടിനുള്ളത്? അത് കഴിഞ്ഞ് എയർഫീൽഡിനുള്ളത്? ഇത് വായിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എത്തുമ്പോൾ കമ്പോണൻസ് ഓഫ് എൻ എയർപോർട്ട്, അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് റൺവേ, അതെന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ടെർമിനൽ ബിൽഡിംഗ്, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എയർപോർട്ട് ടെർമിനൽ, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഏപ്രോൺ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഫങ്ഷൻ. അതുപോലെ തന്നെ ടാക്സിവേ എന്താണ്, ഹാങ്ങർ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാം. അവസാനം മെമ്മറി ടിപ്പും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓർത്ത് വെക്കാൻ എന്തെങ്കിലും എളുപ്പമാർഗം അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടി. AAA എയറോഡ്രോം, എയർപോർട്ട്, എയർഫീൽഡ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള RTATH എന്ന് പറയുന്നതാണ്. എന്താണ് RTATH? R റൺവേ, T ടെർമിനൽ, A എപ്രോൺ, T ടാക്സിവേ, H ഹാങ്ങർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ അതിന് സ്ലൈഡുകളാക്കി നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിലെ ഏത് സ്ലൈഡുകൾ വേണമെങ്കിൽ നമുക്ക് കാണാം. 10ഓളം സ്ലൈഡുകളായിട്ടും കൊടുത്തിട്ടുണ്ട്. അതിവേഗത്തിൽ നീറ്റായിട്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയണം നോട്ടിലൂടെ, ടെക്സ്റ്റ് ലെസണിലൂടെ. അപ്പോൾ ഞാനെപ്പോഴും പറയും ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് സമയപരിമിതിയുണ്ട്. അറിയാവുന്ന ഭാഗങ്ങളാണെങ്കിൽ, ഒരു പരിധിവരെ നമുക്കറിയാവുന്ന ഭാഗങ്ങളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ലെസൺ നോക്കിയിട്ട് മനസ്സിലാവായിക വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോയിലേക്ക് പോകേണ്ടതുള്ളൂ. നോക്കൂ, നമ്മൾ രാവിലെ 9 തൊട്ട് 5 വരെ ഒരു ഡയറക്റ്റ് ക്ലാസ്സിനോ ഓൺലൈൻ ലൈവിലോ ചെന്ന് കുത്തിയിരിക്കുന്നതിനേക്കാൾ ആ സമയം ഫലപ്രദമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഉപയോഗിച്ചുകൂടെ? തീർച്ചയായും. ഇനി അതിനുശേഷം നമ്മളൊന്ന് തളർന്നു, അല്ലെങ്കിൽ ഒരു യാത്രയിലാണ്, അല്ലെങ്കിൽ കിച്ചണിലോ മറ്റോ ഒരു ജോലിയിലാണ് എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമുക്ക് കേട്ടു നോക്കാം എന്താണ് ഈ എയർപോർട്ടിലെ ഈ ഒരു ഭാഗം, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വെറും 5 മിനിറ്റേ ഉള്ളൂ, 4 മിനിറ്റ് 55 സെക്കൻഡ്. ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കിയാലോ? എയർപോർട്ടുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന കുറെ വാക്കുകളുണ്ടല്ലേ? റൺവേ, ടാക്സിവേ, ഏപ്രൺ, ഹാങ്ങർ, അങ്ങനെ കുറെ എണ്ണം. അതെ, ഇതൊക്കെ ശരിക്കും എന്താണ്? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിയാണ്, പലർക്കും ഇത് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും. അപ്പൊ നമുക്കിന്ന് അതൊന്ന് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? ഒരു വിമാനത്തിന്റെ കൂടെ യാത്ര ചെയ്ത് തന്നെ പഠിക്കാം. അതൊരു നല്ല ആശയമാണ്. വിമാനത്തിന്റെ കണ്ണിലൂടെ എയർപോർട്ടിനെ കാണാം. ശരി, അപ്പൊ നമ്മുടെ വിമാനം ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. താഴെ ആദ്യം കാണുന്നത് ആ വളരെ നീളമുള്ള ഒരു പാതയാണ്. അതാണല്ലോ റൺവേ. അതെ, അതാണ് റൺവേ. വിമാനങ്ങളുടെ ലോകത്തെ ഒരു ഹൈവേ എന്ന് പറയാം. ഹൈവേ? അതെ, ഉയർന്ന വേഗതയിൽ പറന്നുയരാനും സുരക്ഷിതമായി താഴെ ഇറങ്ങാനും വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരിടം. ഓക്കെ, പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. ഈ റൺവേയുടെ അറ്റത്ത് വലിയ നമ്പറുകൾ എഴുതിയിരിക്കുന്നത് കാണുമല്ലോ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? 27-നോ 09-നോ ഒക്കെ കാണാം. അതെന്താണ്? വെറുതെ ഒരു പേരാണോ? അല്ല, അതൊരു കോഡാണ്. ശരിക്കും ആ നമ്പർ പൈലറ്റിനോട് റൺവേയുടെ ദിശയാണ് പറയുന്നത്. ദിശയോ? അതെങ്ങനെയാണ്? അതായത് ഒരു കോമ്പസിലെ ഡിഗ്രി പോലെ. റൺവേ 27 എന്ന് പറഞ്ഞാൽ അത് 270 ഡിഗ്രി ദിശയിലേക്കാണ്. 09 എന്നാൽ 90 ഡിഗ്രി. ആഹാ, അത് കൊള്ളാമല്ലോ. അതെ, കാറ്റിന്റെ ദിശയനുസരിച്ച് ഏത് റൺവേ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാൻ ഇത് പൈലറ്റുമാരെ സഹായിക്കും. ഓക്കെ, അപ്പോ വിമാനം റൺവേയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ഇനി അടുത്തത് ടെർമിനലിലേക്ക് പോകണം. ഈ ഹൈവേയിൽ നിന്ന് ചെറിയ റോഡുകളിലേക്ക് ഇറങ്ങുന്നത് പോലെയാണോ അത്? കൃത്യം, അവിടെയാണ് ടാക്സിവേയുടെ റോള് വരുന്നത്. ടാക്സിവേ? അതെ, റൺവേയെ യഥാർത്ഥത്തിൽ ഈ ഓഡിയോ ലെസൺ നമ്മളൊരു വിമാനത്തിൽ ഇരുത്തി അതിന്റെ ഓരോ ഭാഗങ്ങളിലൂടെയും മൂവ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഇത്രയും മനോഹരമായിട്ട് പഠിക്കാൻ കണ്ണടച്ചിരുന്ന് അസ്യൂം ചെയ്തിരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയ വേറെ മാർഗമുണ്ടോ എന്ന് തോന്നുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത്തരത്തിലെ ഓഡിയോ ലെസനോട് കൂടെ സമഗ്രമായ സമ്പൂർണമായ കോഴ്സ് കൊടുക്കുന്ന ആരും തന്നെ വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ എഫർട്ട് എടുത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്തു വെച്ചിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ ഈ AE കോഴ്സ് ഡിസൈൻ ചെയ്യാൻ എന്നെ സഹായിക്കുന്നത് ഡോക്ടർ അഞ്ജന മിസ്സാണ്. 100% ഡെഡിക്കേഷനോട് കൂടെയാണ് ആളുടെ പ്രവർത്തനം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.
നിങ്ങൾക്ക് വേണ്ട ഓരോ ചെറിയ ടോപ്പിക്കും അതിസൂക്ഷ്മമായി സമഗ്രമായി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നോക്കി എങ്ങനെ പരിശീലിപ്പിക്കണം, പുതിയ ശൈലിയിൽ എങ്ങനെ പരിശീലിപ്പിച്ചാലാണ് ഇവർക്കിത് നേടാനാകുക എന്ന് ഞാൻ പറയുന്നു. 24 hours ഇതിന്റെ പുറകെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഡോക്ടർ അഞ്ജന മിസ്. ആളാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നോക്കൂ, ആള് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നോക്കൂ, PSC AE അഡ്വാൻസ്ഡ് ഇൻസൈറ്റ്സ്. ചുമ്മാ പഠിച്ചാൽ പോരാ, നമ്മൾ കുറച്ചുകൂടെ ഗൗരവമായി AE ലെവലിൽ കാണേണ്ടതായിട്ടുണ്ട് എന്നാണ് ആള് പറയുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെയൊക്കെ വളച്ചും തിരിച്ചും ഓടിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ചെറിയ നോട്ടിനകത്ത് ആള് ഈ ഭാഗത്തെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കൂ, ഇനി ഇതിനപ്പുറത്തേക്കൊരു ചോദ്യം ചോദിക്കാനായിട്ട് കഴിയുമോ എന്നെനിക്ക് തോന്നുന്നില്ല. അത്തരം രീതിയിൽ നമ്മൾ അതിസൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ റാങ്ക് മേക്കിങ്ങിന് വേണ്ടി, ആദ്യ റാങ്കുകൾ നേടുന്നതിന് വേണ്ടിയിട്ട് അഞ്ജന മിസ് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഓരോ കാര്യങ്ങളും സമഗ്രമായി അതിന് കൃത്യമായി പറയുന്നത് ഇതെങ്ങനെ ചോദിക്കാം, ഈ രീതിയിൽ ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഇങ്ങനെ ചോദിക്കാം, ട്രാപ്പായിട്ട് നമ്മളോട് അടുത്ത് ഇങ്ങനെ ചോദിക്കാം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്മറൈസ് ചെയ്യാനുള്ള മാർഗങ്ങൾ പറയുന്നുണ്ട്. AE ലെവൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അഡീഷണൽ ആയിട്ട് ഇട്ടിരിക്കുക. സാധാരണ ഒരു ഡയറക്റ്റ് ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കരുത്. അപ്പൊ ഇവിടെ കൃത്യമായി കാണിച്ചിരിക്കുന്നു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് PSC AE ട്രാപ്പ്. കണ്ടോ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്നിട്ടൊരു 3 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുക, വിച്ച് ആർ കറക്റ്റ്. നോക്കൂ, ഇതുപോലെയുള്ള ചോദ്യങ്ങളല്ലേ നമ്മളിപ്പോ AE എക്സാമുകളിൽ കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യമല്ലേ? തീർച്ചയായും. നോക്കൂ, അതിനകത്ത് ഓരോന്നും പറയുന്നുണ്ട്, ഓരോ സ്റ്റേറ്റ്മെന്റും എങ്ങനെയാണ്, എന്താണ്. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന്, ഈ ഒരു ഭാഗത്ത് നിന്ന് വളരെ സ്പെസിഫിക്കായി നമ്മൾ പഠിക്കേണ്ട ചില പ്രത്യേക ചോദ്യങ്ങൾ ഇവിടെ AE അഡ്വാൻസ്ഡ് ഇൻസൈറ്റ്സിലെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഡോക്ടർ അഞ്ജന മിസ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വലിയ പ്രയോജനം ചെയ്യും AEക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക്. ഇനി കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ കിടക്കുക. എന്തൊക്കെ പഠിച്ചാലും അത് പ്രാക്ടീസ് ചെയ്യാതെ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാതെ നമ്മൾ എവിടെ നിൽക്കുന്നു ലീഡർ ബോർഡിൽ, നമുക്ക് ഏത് ഗ്രേഡ് കിട്ടുന്നു. 90% എബവ് ആണെങ്കിൽ A ഗ്രേഡ് ആണ്, 80 to 90% ആണെങ്കിൽ B ഗ്രേഡ് ആണ്, അങ്ങനെ 49% താഴെയാണെങ്കിൽ F ഗ്രേഡ് ആണ്. അങ്ങനെ A to F ഗ്രേഡുകളായിട്ട് തരംതിരിച്ച് ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം ഗ്രേഡ്. ഇത് ഞാൻ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ NA എന്ന് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഓവറോൾ ഗ്രേഡ് കാണാൻ സാധിക്കും. അപ്പൊ ഈ കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് ഓവറോൾ ഗ്രേഡ് എപ്പോഴും A ഉണ്ടാവണം, അല്ലെങ്കിൽ B എങ്കിലും ഉണ്ടാകണം. ആദ്യ റാങ്കുകൾക്കാണെങ്കിൽ A തന്നെ വേണം. ഓരോ ചാപ്റ്ററും A ഗ്രേഡിൽ എത്തിച്ചിട്ട് മാത്രമേ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാവൂ. ഇങ്ങനെയാണ് സമഗ്രമായും സമ്പൂർണമായും നമ്മൾ പഠിച്ചു പോകാൻ. കുറുക്കു വഴികൾ വേറെയൊന്നുമില്ല. കുറെ ഫോർമുല പഠിച്ചു നോക്കി, കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സോൾവ് ചെയ്ത് നോക്കി പോയാലൊന്നും ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധ്യമല്ല. പകരം നോക്കൂ, ഈ ഒരു രീതിയിൽ പോവുക. ഇവിടെ ഓവറോൾ ഗ്രേഡ് A ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇവിടെ നമ്മുടെ വ്യൂ മാർക്ക് ഷീറ്റും കാണാനായിട്ട് സാധിക്കും. ഓരോ എക്സാമിലും നമുക്ക് എത്രയാണ് മാർക്ക് കിട്ടിയത് എന്നുള്ളതും ഗ്രേഡ് ഏതാണ് കിട്ടിയത് എന്നുള്ളതൊക്കെ കാണാനായിട്ട് കഴിയും. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്ത് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരവും നമുക്ക് ഇവിടെ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം മനസ്സ് നിറയും, നല്ല കോൺഫിഡൻ്റ് ആവും. കാരണം എന്താ, ഇതുവരെ പഠിച്ച ഭാഗങ്ങളിൽ ഓക്കെയാണ്, ഞാൻ A ഗ്രേഡോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അതുപോലെ നമുക്ക് പ്രാക്ടീസ് എക്സാം എന്നിട്ടൊരു കോഴ്സും ഇതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്താണ് ഈ ക്യുമുലേറ്റ് ചെയ്ത് ടെസ്റ്റുകൾ ചെയ്തു പോകുന്ന ഒരു പാറ്റേൺ അവതരിപ്പിച്ചിരിക്കുകയാണ്. മനോഹരമാണ്. ആദ്യ ദിവസം തൊട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കുന്ന ഒരു രീതിയാണ് അതിനകത്ത് അവലംബിച്ചിരിക്കുന്നത്. നോക്കൂ, എയർപോർട്ട് കമ്പോണൻസ് ക്വിസിലേക്ക് കടക്കാം. ലീഡർ ബോർഡ് കാണാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, 10 ക്വസ്റ്റ്യനേ വരൂ. ഒരു തവണ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് 10 ക്വസ്റ്റ്യനേ വരൂ. സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നെഗറ്റീവ് മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് ക്വസ്റ്റ്യനിലേക്ക് വേണമെങ്കിലും നമുക്ക് പോകാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഗ്രേഡ് കിട്ടും. അത് കഴിഞ്ഞാൽ റീടേക്ക് ഉണ്ട്. റീടേക്ക് എടുത്താൽ ഈ ടോപ്പിക്കിലെ മറ്റ് 10 ക്വസ്റ്റ്യൻ വരും. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും. അഗെയിൻ റീടേക്ക് എടുക്കുക, അടുത്ത 10 ക്വസ്റ്റ്യൻ വരും ഈ ടോപ്പിക്കിലെ തന്നെ. അതിലും 1-2 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഈ ടോപ്പിക്കിലെ ഒരു ചോദ്യവും നമ്മൾ പഠിക്കാതിരിക്കുന്നില്ല. എല്ലാം നമ്മുടെ കൺമുന്നിലൂടെ പോവുകയും നമുക്ക് A ഗ്രേഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെയാണ് പ്രാക്ടീസ് എക്സാം എന്ന് പറയുന്ന മറ്റൊരു സെഷനും കൂടെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്.
ഈ രീതിയിലാണ്, ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. സാധാരണ നമ്മളൊരു ക്ലാസ്സിൽ നേരിട്ട് ചെന്നിരുന്ന് ക്ലാസ് കാണുക, അത് കേൾക്കുക, നോട്ട് എഴുതുക എന്ന്. ഇവിടെ നോട്ട് എഴുതുകയേ വേണ്ട. നമ്മൾ അതാ പറയാം, നോട്ട് എഴുതി സമയം കളയല്ലേ. നമ്മളിനി പഠിക്കുക, നേരിട്ട് എക്സാം എഴുതുക, ജോലിക്ക് കയറുക. നോട്ട് എഴുത്ത് നിർത്തുക, അതിന്റെ ആവശ്യമില്ല. ലൈവായി പഠിച്ചെടുക്കുക, മനസ്സിലാക്കുക. ഓരോ 5 മിനിറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത 10 ചോദ്യമുള്ള ഈ ഒരു എക്സാം ചെയ്യാൻ ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോൾ എപ്പോഴാണോ നമുക്കൊരു 5 മിനിറ്റ് ഫ്രീ കിട്ടുന്നത്, അപ്പോൾ ഒരു എക്സാം ചെയ്യുക, ഒരു റീടേക്ക് ചെയ്യുക. നമ്മുടെ ടെക്സ്റ്റ് ലെസൺ വായിക്കാൻ ഒരു 10 മിനിറ്റ് മതിയാവും. എപ്പോഴാണോ നമുക്കൊരു 10 മിനിറ്റ് കിട്ടുന്നത്, ടെക്സ്റ്റ് ലെസൺ വായിച്ചു നോക്കുക. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഓഡിയോ ലെസൺ 1-2 തവണ കേട്ട് നോക്കാം. വെറുതെ ഇരിക്കുന്ന സമയത്ത്, ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഒരു കഥ പോലെ നമ്മുടെ മനസ്സിലേക്ക് അത് കയറ്റി വിടും ആ വീഡിയോയിലെ കാര്യങ്ങൾ. വീഡിയോ കാണണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല, സമയം കളയരുത്. കാണുകയാണെങ്കിൽ തന്നെ സ്പീഡിൽ കാണുക. ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ കൃത്യമായും കാണുക. ഇത്രയും സമഗ്രവും സമ്പൂർണവുമായിട്ടുള്ള വേറെ കോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് സ്വയം വിലയിരുത്തി അതിവേഗത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഒപ്പം വാട്സപ്പ് ഗ്രൂപ്പും നമുക്ക് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലെ അഞ്ജന മിസ് നിങ്ങളെ വേണ്ട രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അതിലൊരു മെന്ററും ഉണ്ട്. അപ്പം ഒന്നിച്ച് നമ്മളൊരു ടീമായി നിന്നുകൊണ്ട് ഒന്നിച്ച് ഈ AE എക്സാമിന്, ഇറിഗേഷൻ AE എക്സാമിന് നേരിടുകയാണ്. നല്ല റിസൾട്ട് നോക്കൂ, സിവിലിസി വിൻസെന്റർ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയും അറിയാത്ത ആളുകൾ ഒത്തിരി ആളുകളുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയിക്കുക. നോക്കൂ, ഈ കോഴ്സ് വളരെ ചെറിയ ഫീസിനാണ് നമ്മൾ നൽകുന്നത്. മന്ത്ലി ഫീസ് അടച്ചാൽ മതി. 1800 രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക് നമ്മൾ ഇതിന് ഈടാക്കുന്നത്. civilisi.in വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ തന്നെ സിവിലിസി ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് സൈനപ്പ് ചെയ്യുക. നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, സൈനപ്പ് ചെയ്താൽ, ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ സൈനപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ആപ്പിനകത്ത് ബണ്ടിൽ കോഴ്സസ് എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെ നമ്മുടെ കോഴ്സുകൾ ഡെമോ വന്ന് കിടക്കും. 48 മണിക്കൂർ നിങ്ങൾക്ക് ഡെമോ ആസ്വദിക്കാം, എക്സ്പീരിയൻസ് ചെയ്യാം. ഇതിൽ ഓരോ ഫീച്ചറുകളും നോക്കാം. ഒറിജിനൽ കോഴ്സ് തന്നെ 2 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കിട്ടും. ജസ്റ്റ് സൈനപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, ഓട്ടോമാറ്റിക്കായി കിട്ടും. ഇതിനകം തന്നെ സൈനപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകൾ, മുന്നേ യൂസ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഡെമോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഫ്രീ ട്രയൽ റിക്വസ്റ്റ് ഫോം വെച്ചിട്ടുണ്ട്. ആ ഫ്രീ ട്രയൽ റിക്വസ്റ്റ് ഫോം ഒന്ന് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട നിമിഷം, ആ നിമിഷം തന്നെ നിങ്ങളുടെ ആപ്പിലേക്ക് ഡെമോ കോഴ്സുകൾ അവൈലബിൾ ആകും 48 മണിക്കൂറിനകം. അങ്ങനെ ഡെമോ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി 9 മണിക്ക് ഞാൻ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കോഴ്സ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ നമുക്ക് കോൺഫിഡൻസോടുകൂടെ ഈ കോഴ്സ് ഉപയോഗപ്പെടുത്താൻ പറ്റും, ഇതിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് നമ്മളെ ഏത് രീതിയിലാണ് സഹായിക്കുക, നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ഇതേപോലെ വീഡിയോയിൽ ലൈവായിട്ട് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതിന് ഞാൻ റെഡി ആയിട്ടുണ്ടാവും. എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 9 മണിക്ക്. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്, 30-ാം തീയതിയാണ്, ജനുവരി 30-ാം തീയതിയാണ്. ഈ വീഡിയോ ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഇന്ന് രാത്രിയുമുണ്ട്. അപ്പോൾ ഇത് അവൈലബിൾ ആകുന്നതിന്, നിങ്ങൾക്ക് ഡെമോ അവൈലബിൾ ആകുന്നതിനും ലൈവ് ഡെമോ എക്സ്പ്ലനേഷൻ കിട്ടുന്നതിനും ഇന്ന് തന്നെ നിങ്ങൾ സൈനപ്പ് ചെയ്യുക സിവിലിസി ആപ്ലിക്കേഷനിൽ. അത് വെബ്സൈറ്റിലൂടെ ആണെങ്കിലും ചെയ്യാം, civilisi.in അല്ലെങ്കിൽ iOS വേർഷൻ ആയാലും ആൻഡ്രോയിഡ് വേർഷനിലായാലും സിവിലിസി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് സൈനപ്പ് ചെയ്യാം. ഡെമോ ആക്റ്റീവ് ആവും. ഡെമോ ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് രാത്രി 9 മണിക്ക് നടക്കുന്ന ലൈവിൽ പങ്കെടുക്കാം. എല്ലാ സംശയങ്ങളും തീർത്തു പോകാനായിട്ട് കഴിയും. ഞാൻ തന്നെയായിരിക്കും നിങ്ങളോട് സംസാരിക്കുക. ഇനി മുൻപേ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് സൈനപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകളായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഡെമോ വേണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫ്രീ ട്രയൽ ലിങ്ക്, ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ആ നിമിഷം നിങ്ങൾക്ക് ഡെമോ അവൈലബിൾ ആയിരിക്കും. തൊട്ടടുത്ത ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി 9 മണിക്കുള്ള ലൈവിൽ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരെയും AE ഇറിഗേഷന്റെ വിൻസെന്ററിന്റെ സിവിലിസി ഓൺലൈൻ ആപ്ലിക്കേഷനോടെ ഉള്ള ഈ സമഗ്രവും സമ്പൂർണവുമായിട്ടുള്ള നമുക്ക്
ഒത്തിരി കോൺഫിഡൻസ് നൽകുന്ന ഈ കോഴ്സിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് 2 ദിവസത്തേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മാറി ചിന്തിക്കേണ്ട സമയമായി. അതല്ല, ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുകയേ ഉള്ളൂ. നമ്മളിനി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരാകല്ലേ, നമ്മളിനി പഠിച്ച് കോൺഫിഡൻസ് നേടി റാങ്കിൽ കയറാൻ പറ്റുന്ന രീതിയിലുള്ളവരായി മാറുകയാണ് വേണ്ടത്. സ്മാർട്ടാവുക. ഓക്കെ, ഹാർഡ് വർക്കല്ല നമുക്കിനി വേണ്ടത്. എന്താണ്? സ്മാർട്ട് വർക്കാണ്. സർക്കാർ സർവീസിൽ ജോലിയിലുള്ള ആളുകൾക്കും മറ്റ് പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ആദ്യമായി പഠിക്കുന്നവർക്കും മുൻപ് പഠിച്ചവർക്കും റിവിഷൻ ചെയ്യുന്നവർക്കും ഒരേ ഒരു ഒറ്റമൂലി തന്നെയാണ് സിവിലിസി ആപ്ലിക്കേഷനിലൂടെയുള്ള ഈ ഒരു കോഴ്സ്. തീർച്ചയായിട്ടും കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഓഫീസ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. അതല്ല, അത്യാവശ്യമാണെങ്കിൽ എന്നെ വിളിക്കാം. നമ്മുടെ നമ്പറുകളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇത്തവണ വിജയം നമ്മുടെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ള രീതിയിൽ പഠിച്ചെടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.